നിനക്കൊന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ? എത്ര പ്രാവശ്യം വിളിച്ച്? ഞങ്ങളും നിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചെന്ന് അല്ലേ? നാണം കെട്ടത് ഞാൻ മാത്രമല്ലേ? എന്തത്? ഒരു രോഗിയെ കാണാൻ വരുമ്പോ ആപ്പിൾ ഓറഞ്ചൊക്കെ തരേണ്ടത്. പിന്നെ ഇവ മാനസിക രോഗിയല്ലേ? പിന്നെ മനസ്സിന് വിഷമമുള്ള ഒരാൾ മാനസിക രോഗിയല്ലേ? അല്ലെങ്കിൽ ഈ പോക്കൃത്തരം കാണിക്കും. സാറിനറിയാലോ. വിനോദിന്റെ ചേട്ടാ, ഇതിപ്പോ ഒരു മലമറിക്കുന്ന സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഓവർ 2 ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മലമറിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഈ മല വിട്ടിട്ട് ആ മലയുടെ പിറകെ പോവും. അത്രേ ഉള്ളൂ. നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ നമുക്ക് ജീവിക്കാൻ? അതിനടാ നീ ഇങ്ങനെ ഇരിക്കാൻ, നാളെ ഓഫീസിൽ പോകാൻ നോക്ക്. വരും സാർ. സാർ ഞാൻ നാളെ തൊട്ട് വരാം. അല്ല എന്താ സാർ ഒരു കൺഫ്യൂഷൻ? അവൻ വരും, ഉറപ്പായിട്ട് വരും. വിനോദേ, നിനക്കൊരു സർപ്രൈസ് തരാനാണ് സത്യം പറഞ്ഞ സാറ് വന്നത്. ഇപ്പോ താങ്ക് യു സാർ. ഈ ഒരു അവസ്ഥയില് സാറിനെങ്കിലും എനിക്കൊരു സർപ്രൈസ് തരാൻ തോന്നിയല്ലോ. ശരിക്കും സർപ്രൈസ് അല്ല, സസ്പെൻസാ. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ. അതെ, സസ്പെൻഷനാ. അല്ലേലും രണ്ടും കണക്കാണല്ലോ. ഇവനറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ നിനക്കൊരു സർപ്രൈസ് ആയില്ലേ? അതാണ്. വിനോദിന്റെ അച്ഛ, വിനോദിന്റെ അമ്മേ, ഇതിപ്പോ എന്താന്ന് വെച്ചാലേ നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി വിനോദിനെതിരെ ഒരു പരാതി തന്നേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ ഈ സസ്പെൻഷൻ എടുത്തേക്കുന്നത്. ഇതിപ്പോ ഒരു 6 മാസമേ ഉള്ളൂ വിനോദേ. അത് കഴിഞ്ഞാൽ ജോലിക്ക് വരാം, സംശയിക്കണ്ട. വരാം. എടാ 6 മാസം എന്ന് പറഞ്ഞാൽ ദാം അങ്ങ് പോവും. നീ ഒരു ടെൻഷൻ അടിക്കണ്ട. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങോട്ട് കൊടുത്താലോ? വിനോദേ, ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ടും മേടിച്ചാട്ടെ. സാർ ഇത് കല്യാണക്കുറിയല്ല, അവന്റെ സസ്പെൻഷൻ ഓർഡറാണ്. എന്നാലും ആരെങ്കിലും ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ. എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എത്തിക്കഴിഞ്ഞു. 10 വർഷത്തിന് ശേഷം കേരളത്തിന്റെ, നമ്മുടെ പുണ്യമായ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ വന്നിരിക്കുകയാണ്. ആരെ കാര്യമാണോ പറഞ്ഞ? നിന്റെ കാര്യം. അതായത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എനിക്ക് സർപ്രൈസ് എന്റെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ പറ്റിയില്ല. കാരണം കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് ഒരു വിലയില്ല എന്നെ. അപ്പോ എന്റെ കുഞ്ഞമ്മയുടെ ഏക മകനാണ് വൈശാഖ്. അവനെന്ന് പോകുമ്പോ കൊച്ചനും കുഞ്ഞമ്മയും കരഞ്ഞ് ഷുഗറുള്ളതാണ് അവർക്ക്. കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി സർപ്രൈസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്തിനാ പതങ്ങനെ? അമ്മ നെല്ലുണക്കുന്നു, അച്ഛൻ മടൽ വെട്ടുന്നു. നീ പോയി അമ്മയെ സർപ്രൈസ് കൊടു. കണ്ണ് പൊത്ത്, കണ്ണ് കണ്ണ്. അമ്മ അതെ, ഞാൻ എന്നെ പട്ടി. എന്നോട് ആര് പറയണ ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട്? കുരുത്തം കേട്ടവൻ. പോയിട്ട് 1 കൊല്ലം ആയുള്ളൂ. അറബിയോട് വഴക്കുണ്ടാക്കുമ്പോഴേ എനിക്കറിയാൻ അവരിപ്പോ പറഞ്ഞു വിടുള്ളൂ. അറബി എന്നെ ഭേദം. പച്ചമടൽ വെട്ടിയച്ചാ ശ്രീരാജേട്ടാ വിളിക്കണം. കണ്ണായ 5 സെന്റ്. ഈ 5 സെന്റ് വിറ്റ് തൊളിച്ചിട്ടാണ് അതിന് ഞാൻ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടത്. തിരിച്ചെടുക്കാനുള്ള പൈസ കൊണ്ടല്ലാതെ ഈ പടി കയറി പോരുത്. ഞാൻ അവിടെ കൊണ്ടുവരാം. അച്ഛൻ പണിക്ക് പോ. ഞാൻ നിന്റെ ജോലിയോ നീ കൊണ്ട് കളഞ്ഞു. യവന്റെ ജോലി കൂടെ കളഞ്ഞപ്പോ നിനക്ക് സമാധാനായ? എന്റെ വൈശാഖ, എന്നാലും നിനക്കൊന്ന് വിളിച്ചിട്ട് വരായിരുന്നു.
വലിയമ്മ പറയാതെ വന്നിട്ടിങ്ങനെ ഇനി പറഞ്ഞിട്ട് വന്നാലാ എന്നെ കൊല്ലൂലേ? ഞാനതല്ല ആലോചിക്കുന്നത്. ഡാ, നമ്മുടെ കുടുംബത്തിലേ അറബി ശാപം ഉണ്ടെന്നാ തോന്നുന്നത്. അറബിഷാബ് എടാ, ഗൾഫ് വാഴത്തില്ലെന്ന്. ഇത് കണ്ടോ? ഒരു AC മെക്കാനിക്ക് വന്നിരുന്ന് കാണിക്കുന്ന കണ്ടോ? അതൊന്നും അല്ല വലിയ. അവിടെ പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ല നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ജീവിക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ സെലിബ്രേറ്റർ കൂടെ കൂട്ടുപിടിച്ചോണ്ട് പോയി നല്ല പടവളങ്ങ കൃഷി ചെയ്യ്. ഞാൻ നിന്നോട് എന്താ ഇങ്ങോട്ടൊന്നപ്പോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എടാ, കേരളത്തിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള എന്നെ വീട്ടിൽ പോലും വിലയില്ല. നന്നാവാൻ അനുവദിക്കില്ല. രക്ഷപ്പെടുമ്പോഴോ വാ കേട്ടാ. 6 വർഷം കൊണ്ട് 650 ഫോളോവേഴ്സ്. മരിക്കുന്ന മുമ്പേ അത് 1000 ആയാൽ മതിയായിരുന്നു. നാശം. ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ ഈശ്വര. അടിയിലെങ്ങനെ പോയി കിടക്കാം. അമ്മേ, ഫ്ലൈറ്റും പിടിച്ച് വന്നേക്കാണ് ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. എന്താടാ? വിനോദല്ലേ? ആ വിനോദ്. നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയേ? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇവിടെ കിടന്ന് കൂർക്കം വിളിച്ച് ഉറങ്ങല്ലായിരുന്നാ? എടാ എടാ വിനോദ, പ്രതിസന്ധി വരുമ്പോ നമ്മളിങ്ങനെ ഓടി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും. എടാ, നീ വെറും നിസ്സാരമായിട്ടുള്ള എന്റെ കൂർക്കമ്പലി പിടിച്ച് തൊട്ടപ്പുറത്തെ റൂമിൽ പോയി കിടന്നാൽ നീ കിടന്ന് ഉറങ്ങുമായിരിക്കും. പക്ഷെ എന്റെ കൂർക്കമ്പലി മാറൂല. ഓഹോ, നീ അപ്പൊ ഈ അടുത്തെങ്ങും വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ വൈശാഖ? അതാണോ ഇവിടുത്തെ പ്രശ്നം? അതല്ലേ. അതല്ല. പിന്നെ? എടാ, നിനക്കുണ്ടായ അപമാനം നിനക്ക് മാത്രമാണോ? പിന്നെ നമ്മുടെ തൈവളപ്പി കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയില്ലേ? മോശമായി പോയി, ഭയങ്കര മോശമായി പോയി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. പ്രതികരിക്കാനോ? എടാ, പ്രതികരിക്കാത്തവൻ എന്തിനു കൊള്ളാം? തെക്കേ പറമ്പിലെ തൂണിന് പോലും കൊള്ളൂല. ഏത് തൂണ്? നിന്റെ അച്ഛന്റെ തൂണ്. എടാ, പ്രതികരിക്കാന്നുള്ളത് നമ്മുടെ മൗലിക അവകാശം. അതാണ്. അതുകൊണ്ട് നീ പോരാടണം. ഞാൻ ഉണ്ട് നിന്റെ കൂടെ എപ്പോഴും, എന്തിനും എന്തിനെങ്കിലും. നീ ഉറങ്ങിയാലും ഞാൻ ഉണർന്നിരിക്കും. നീ ഉറങ്ങിയാലും ഞാൻ ഉണർന്നിരിക്കും. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. നീ അത് മറക്കരുത് വൈശാഖ. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. തുടങ്ങി. പ്രതികരിക്കണം.